ഹലോ മച്ചാന്മാരെ, അപ്പോൾ എല്ലാവർക്കും റൈഡ് വിത്ത് ജാങ്കോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ 2 സ്ട്രോക്കുകളിലെ ഒരു 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 കുഞ്ഞൻ രാജാവ് എന്നൊക്കെ പറയാം. അത്തരത്തിലൊരു വണ്ടിയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വണ്ടിയാന്ന് കാണണ്ടേ, Lml Vespa സ്പെഷ്യൽ എഡിഷൻ. ഇതാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിന്ന് വണ്ടി കൊണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. ഞാനിപ്പം റിവ്യൂ ചെയ്യാൻ വേണ്ടി കുറേ പേരോട് ഇങ്ങനെ വണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവനോടും ചോദിച്ചു. ഇവനിപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞ് ഒരു Lml Vespa സ്പെഷ്യൽ എഡിഷൻ കൊണ്ട് നമുക്ക് നോക്കാം, റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ആളെ കാണിക്കാം. ഇതാണ് ആൾ, എൻ്റെ ഫ്രണ്ടാണ് ശ്രീഹരി. അപ്പോൾ അവൻ്റെ ചേട്ടൻ്റെയാണ് വണ്ടി. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ വണ്ടി, Lml Vespa സ്പെഷ്യൽ എഡിഷൻ. വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പൊന്നു പോലെയാണ് നോക്കിയിട്ടുള്ള വണ്ടി സ്ക്രാപ്പ് കണ്ടീഷനായിരുന്നു അത്യാവശ്യം. അതിൽ നിന്നും ഈ ഒരു രൂപത്തിലേക്ക് ആക്കി എടുത്താണ്. വണ്ടിയിലെ പാർട്സ് എല്ലാം തന്നെ ഒറിജിനലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ മുൻപിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് തന്നെ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ ആദ്യം തന്നെ ഒരു റെട്രോ ലുക്കിംഗ് റൗണ്ട് ഹെഡ്ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഹാലജൻ ബൾബാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഹെഡ്ലൈറ്റിന്റെ മേളിൽ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, ഒരു കവറിംഗ് ഉണ്ട്. പിന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നീളമുള്ളൊരു നോസ് കാണാം. നോസിന്റെ തുടക്കം തന്നെ ഇവിടെ ഒരു ഇക്കോ ഫ്രണ്ട്ലി ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്പ്രസ് എന്ന് പറഞ്ഞ ചെറിയൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് താഴെ തന്നെ. പിന്നെ നോസിന്റെ താഴെ തന്നെ ഒരു സ്ക്വയർ ടൈപ്പ് ഒരു തള്ളി നിൽക്കുന്ന വേറെ നോസുകൾ വന്നിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂറ്റിയാണ്. അതേ തന്നെ താഴെ ഒരു ഗ്രില്ലുണ്ട്. ഇത് മെറ്റലാണോ ഫൈബറാണെന്ന് തോന്നുന്നു. ഫൈബറിന്റെ ഒരു ഗ്രില്ല് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഹോൺ ഇതിൻ്റെ അകത്താണ്. അതിൻ്റെ ഹോണൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ ഹോണൊന്നുമല്ല, അതേ വണ്ടി ഇറങ്ങിയ സമയത്തുള്ള ഹോൺ എന്താണോ ആ സെയിം ഹോൺ തന്നെ, അതേ സൗണ്ട് തന്നെയാണ് വണ്ടിയുടെ ഹോൺ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു VCSC എന്ന് പറഞ്ഞൊരു ഇവരുടെ ക്ലബ്ബാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കറിങ് വന്നിട്ടുണ്ട്. പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ Lml NV സ്പെഷ്യൽ എഡിഷൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. വണ്ടി സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്, വെസ്പയാണ്. പിന്നെ ആ സൈഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല വീതിയുള്ളൊരു നീളത്തിലേക്ക് താഴത്തോട്ട് നീണ്ടിരിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ നല്ല വീതിയുള്ള നീളമുള്ളൊരു ഇൻഡിക്കേറ്റർ തന്നെയാണ്, നല്ല വിസിബിലിറ്റി ഉള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വീതിയുള്ള ഒരു മഡ് ഗാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീതിയുണ്ട്. ആ മഡ് ഗാർഡിന്റെ മേളിലായിട്ട് ഒരു ഫിഷിൽ വന്നിട്ടുണ്ട്. പിന്നെ മഡ് ഗാർഡിന്റെ സൈഡിൽ നല്ലൊരു ഗ്രില്ല് വന്നിട്ടുണ്ട്. അത് മെറ്റലിന്റെ നല്ലൊരു ഗ്രില്ലാണ്. കാരണം ഇത്രയും നല്ല വില കൂടിയ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഇതിൽ സ്ക്രാച്ച് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും പറ്റാതിരിക്കാൻ നല്ലൊരു ഗ്രില്ല്, നല്ല സ്ട്രോങ് ഗ്രില്ല് തന്നെയാണ് വന്നിരിക്കുന്നത്, മെറ്റൽ ഗ്രില്ലാണ്. പിന്നെ നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 3.5 x 10 ഇഞ്ചിന്റെ ടയറാണ് വന്നിരിക്കുന്നത്. ടയർ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടയർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് മോണോഷോക്ക്, അതായത് ഇത് ഹൈഡ്രോളിക് മോണോഷോക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അത് നല്ല തന്നെ, അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഒരു ഗട്ടറൊക്കെ ചാടുമ്പോഴാണെങ്കിലും നല്ലൊരു ഷോക്കിങ് കിട്ടുന്നുണ്ട്. പിന്നെ താഴത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് വീല് നോക്കിക്കഴിഞ്ഞാൽ പഴയ മോഡൽ ആ വണ്ടിയുടെ ഒക്കെ വന്നിട്ടുള്ള ടൈപ്പ് ഒരു വീല് തന്നെ, മെറ്റലിൻ്റെ ഒരു വീല് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏതാണ് റിമ്മ് വന്നിട്ടുള്ളത്, റിമ്മല്ല ഇതിൻ്റെ പേരെന്തെങ്കിലും എനിക്ക് അറിയത്തില്ല, മറന്നുപോയി. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നല്ലൊരു, ഞാൻ ബ്രേക്കിംഗ് ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട് ഫ്രണ്ട് ഡ്രം ബ്രേക്ക് ആണെങ്കിലും. പിന്നെ മഡ് ഗാർഡിന്റെ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു മഡ് ഫ്ലാപ്പ് ഉണ്ട്. ചെളി അത്യാവശ്യം നമ്മുടെ ബോഡിയിലേക്ക് തെറിക്കാതിരിക്കാണ്ട് ചെറിയൊരു മഡ് ഫ്ലാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വണ്ടിയുടെ ഫുട് പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം വണ്ടിയുടെ റിയർ ബ്രേക്ക് വരുന്നത് ഫുട് പാഡിലാണ്. നല്ലൊരു ബ്രേക്കിംഗ് തന്നെയാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ കാണാം റബ്ബർ മാറ്റിങ് കാണാം, 3 റബ്ബർ മാറ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വണ്ടിയുടെ കിക്കർ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടാവും, നല്ലൊരു സ്റ്റാർട്ട്. ഞാൻ നോക്കിയായിരുന്നു, വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ വന്നിരിക്കുന്ന സൈഡിലെ ബോക്സ് ആണ്, എഞ്ചിന്റെ മേലായിട്ട് ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് വണ്ടിയുടെ ഇലക്ട്രോണിക്സും ബാക്കി കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ എഞ്ചിനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 149.9 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 2 സ്ട്രോക്ക് എഞ്ചിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അത് 8.5 bhp കരുത്ത് 5500 RPM 11 Nm ടോർക്ക് 3250 RPM ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിന്റെ അടിയിലായിട്ട് ഒരു എഞ്ചിൻ കവർ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഒരു റബ്ബർ മാറ്റിങ് വന്നിട്ടുണ്ട്. ഇതവർ വേറെ വെച്ചിരിക്കുന്നതാണ്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ വണ്ടി
വീശി കഴിയുമ്പോഴത്തേക്കും ഉരയാതിരിക്കാൻ വേണ്ടിയാണ്. ഉരഞ്ഞു കഴിഞ്ഞ് ഈ ഒരു എൻജിൻ കവർ പൊട്ടിപ്പോവുകയോ സ്ക്രാച്ച് വരാതിരിക്കാനാണ് അത് ചെയ്തിരിക്കുന്നത്. റിയർ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു കെർവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഈ സൈഡ് ബോക്സിൻ്റെ ഒരു ഡിസൈനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ഹോൾഡർ, അതുപോലെ നമ്പർ പ്ലേറ്റ്, അതിന് താഴെ തന്നെ ഒരു ബമ്പർ വന്നിട്ടുണ്ട്. ഈ ബമ്പർ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് പറഞ്ഞ് വേറെ ചെയ്യിപ്പിച്ചതാണ്. നോർമൽ വണ്ടിക്ക് ഇങ്ങനെ ഒരു ബമ്പർ വരുന്നില്ല. പിന്നെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബ്രേക്ക് ലൈറ്റ് ആണ്. നല്ല വീതിയുള്ളൊരു റെഡ് ഒരു ഇതുള്ള ബ്രേക്ക് ലൈറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ബോക്സ് കാണാം. വണ്ടിയുടെ ടൂൾസും ബാക്കിയെല്ലാം വെക്കാനുള്ളൊരു ബോക്സാണ്. അത് ഈ വെസ്പ സ്പെഷ്യൽ എഡീഷന് മാത്രമുള്ളൊരു ബോക്സാണ് ഈ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒറിജിനൽ പാർട്സ് ആണ് കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ആ സെയിം ഇൻഡിക്കേറ്റർ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഈ സൈഡിലുള്ള ഡിസൈൻ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് വണ്ടിയുടെ സ്പെയർ ടയർ ഇരിക്കുന്നത്. വണ്ടിയുടെ സ്പെയർ ടയർ ഈ സൈഡിൽ വന്നിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ മോഡൽ സ്കൂട്ടറുകൾക്കെല്ലാം വന്നിരിക്കുന്നത് റൈറ്റ് സൈഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു എഞ്ചിൻ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി വെസ്പയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് എഞ്ചിൻ റൈറ്റ് സൈഡിലാണ്, പക്ഷേ സ്പെയർ ടയർ ഇങ്ങനെ ഒരു കവറിൽ ലെഫ്റ്റ് സൈഡിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നല്ല കൺട്രോൾ ആയിട്ട് നമ്മുടെ കൈ നിൽക്കും. എഞ്ചിൻ അവിടെ ആണെങ്കിൽ ടയർ ഇല്ലാത്താണെങ്കിൽ വണ്ടി ഒരു സൈഡിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രശ്നം പണ്ടത്തെ വണ്ടികൾക്ക് ഉണ്ടായിരുന്നു. അത് മാറ്റിയാണ് വെസ്പ ഇങ്ങനെ ഒരു പുതിയ പരിപാടി ചെയ്തിരിക്കുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് വണ്ടിക്ക്. പിന്നെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫുഡ് പഗ് കാണാം. പാസഞ്ചറിന് വെക്കാനുള്ള നല്ല വീതിയുള്ള ഒരു ഫുഡ് പഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ റബ്ബർ മാറ്റിംഗ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നല്ലൊരു കർവ്ഡ് ആയിട്ടുള്ള നല്ലൊരു പെയിന്റിംഗ് ഉണ്ട്. ചോക്ക് ഇവിടെയാണ് വണ്ടിയുടെ വന്നിരിക്കുന്നത് കേട്ടോ. വണ്ടിയുടെ ചോക്ക് ഈ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൂടൊക്കെ ലോക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ ലോക്കുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയുടെ സീറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം സീറ്റ് അല്പം ശോകമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നല്ലൊരു കുഷ്യനുള്ള സീറ്റ് തന്നെയാണ്. നല്ലൊരു കുഷ്യനിങ് ഉണ്ട്. ഇത് വേറെ സീറ്റ് ചെയ്യിച്ചാണ്. നല്ല ലെതറും കൊണ്ട് നല്ല സീറ്റിംഗ് തന്നെയാണ് കേട്ടോ. നല്ല കുഷ്യൻ വന്നിട്ടുണ്ട്. ഇരിക്കാനുള്ള നല്ല സുഖമാണ്. പിന്നെ നമ്മൾ വണ്ടിയുടെ മെയിനായിട്ട് പറയുന്നത് വണ്ടിയുടെ കൺസോൾ, മീറ്റർ കൺസോളും ബാക്കി ഹാൻഡിൽ മെയിനായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. മീറ്റർ കൺസോളിൽ മെയിനായിട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ ഫ്യൂവൽ ഗേജ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, പിന്നെ ഇത് ഹൈ ബീം, ഇത് ലോ ബീം, പിന്നെ ഒരു സ്പീഡോമീറ്ററാണ് വന്നിരിക്കുന്നത്. 120 വരെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു ഓഡോമീറ്റർ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെയായിട്ട് ചെറുതായിട്ട് LMLൻ്റെ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട് ഈ മീറ്ററിൻ്റെ അകത്ത് തന്നെ. ഇപ്പോൾ വണ്ടിയുടെ ഇനി റൈറ്റ് സൈഡിൽ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സിലേറ്റർ നല്ല ഗ്രിപ്പുള്ള ഒരു ആക്സിലേറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സ്വിച്ച്, ഹെഡ്ലൈറ്റ്, ഹൈ ബീം, ലോ ബീം, പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച്, ഇവിടെ ഒരു ഹോൺ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ തന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഡ്രം ബ്രേക്കിൻ്റെ ബ്രേക്ക് ലിവർ എവിടെയാണ് വന്നിരിക്കുന്നത്. നല്ല ക്രോം ഫിനിഷോട് കൂടിയുള്ള ബ്രേക്ക് ലിവറാണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലച്ച് വിത്ത് ഗിയർ, ഹാൻഡ് ഗിയറാണ് അത് ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. 4 ഗിയറാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ പ്രത്യേകത നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടിയുടെ സാധാ നമ്മുടെ വണ്ടിയുടെ എല്ലാം ബൈക്കുകളുടെ ആണെങ്കിലും സ്കൂട്ടറുകളുടെ ആണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ വരേണ്ട സ്വിച്ച് എല്ലാമാണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ വരേണ്ട സ്വിച്ച് എല്ലാം ലെഫ്റ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ വേറൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ വണ്ടിയുടെ മിററാണ്. സ്റ്റോക്ക് മിറർ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല വിസിബിലിറ്റി ഉള്ള മിറർ തന്നെയാണ്. വലിയ നല്ല വീതിയുള്ള റൗണ്ട് മിററാണ് വന്നിരിക്കുന്നത്. നല്ല ലോങ് മിറർ. നന്നായിട്ട് തന്നെ നമുക്ക് റിയർ പോർഷൻ പുറകിൽ നിന്ന് വന്ന വണ്ടികളെല്ലാം നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിക്കുള്ളൊരു 2 മിററാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വണ്ടിയുടെ മെയിനായിട്ടുള്ള പ്രത്യേകതകൾ. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതൊക്കെ തന്നെയാണുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ കുറച്ച് സ്റ്റാർട്ടാക്കി വണ്ടിയുടെ സൗണ്ടും വണ്ടിയുടെ ഹോൺ സൗണ്ടും എല്ലാം നമുക്ക് കേൾപ്പിക്കാം. ഇനി എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഒറ്റയടിക്ക് സ്റ്റാർട്ടാവുമെന്ന് അറിയണമല്ലോ. സ്റ്റാർട്ടായിട്ടോ, അടിപൊളിയാണ്, പവറാണ്. വണ്ടിക്ക് ചെറിയ രീതിയിൽ വൈബ്രേഷൻ ഉണ്ട്. കാരണം 2 മിറർ വിറയ്ക്കുന്നുണ്ട്. ഹാൻഡിലേൽ ചെറിയ രീതിയിൽ വൈബ്രേഷൻ വരുന്നത്. കാരണം ചൂസ്റ്റോക്ക് വണ്ടിക്ക് എല്ലാം അത്യാവശ്യം ഉള്ളതാണ് ചെറിയ വൈബ്രേഷൻ. ഇനി നമുക്ക് എന്തായാലും ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാം. ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് ഓണാണ് അല്ലേ? ഹൈ ബീം, ലോ ബീം, ഹോൺ കത്തിക്കാം. ഹോൺ അടിപൊളിയല്ലേ? പഴയ ഒരു ടൈപ്പ് ഹോണാണ്. വിന്റേജ് ഹോൺ തന്നെയായി. വണ്ടി പവറാണ് കേട്ടോ. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. പവർ. എന്നാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുകയാണ്. വണ്ടി പവറാണ് കേട്ടോ. സെറ്റപ്പാണ്, അടിപൊളിയാണ് വണ്ടി. മീറ്ററൊക്കെ വർക്കിംഗ് ആണ്. ഞാനിപ്പോഴാണ് കാണുന്നത്. മീറ്ററൊക്കെ അടിപൊളിയായിട്ട് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ അറിയാവുന്ന ഉത്തരവാണെങ്കിൽ പറഞ്ഞു തരാം. അപ്പം നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും റൈഡ് വിത്ത് ജാങ്കോ സൈനിങ് ഓഫ്.